Good morning, all of you. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്താണ്? സെക്കൻഡ് ലെസൺ അല്ലേ? പൂച്ചക്കാരും മണികെട്ടും അല്ലേ? അല്ലേ നമ്മൾ പഠിച്ചത്? എല്ലാരും വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, എല്ലാരും വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ വീട്ടിൽ നിന്ന്? ഓക്കെ, അമന്ന, നാഫി, അമന്ന എല്ലാരും വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പൂച്ചക്കാരും മണികെട്ടും എന്ന പാഠം പഠിച്ചു. അപ്പോ അത് കുറെ പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മിസ് ഇന്നതൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്, അതായത് നാളത്തെ ക്ലാസ്സിൽ നമുക്കൊരു എക്സാം ഉണ്ടാകും. ചെറിയൊരു എക്സാം, കുഞ്ഞു എക്സാം കേട്ടോ. ഫസ്റ്റ് ലെസൺ ആണ് എക്സാമിന് ഉണ്ടാവുക. എല്ലാ കുട്ടികളും പഠിച്ചിട്ട് വരണം. എല്ലാരും കേട്ടോ? ഓക്കെ, എല്ലാ കുട്ടികളും അതിന്റെ മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ പഠിച്ചിട്ട് വരണേ. അപ്പോ മുഹമ്മദ് ഷക്സാദിന്റെ പേര് ഞാൻ വിളിച്ചുവല്ലോ മോനെ, പേര് എഴുതി എടുത്തിട്ടുണ്ട് കേട്ടോ. പ്രസന്റ് ഇട്ടിട്ടുണ്ട്. ഷക്സാദെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പൂച്ചക്കാര് മണികെട്ടും. കണ്ടൻ പൂച്ച അന്നും ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറിയോടി. പാവം ചിണ്ടനില് അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി, അവനെ അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി, ഒരു ഫലവും ഉണ്ടായില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ, പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് അവ പേടിച്ചു വിറച്ചു. നാളെ ആരാണ് കണ്ടന്റെ പിടിയിൽപ്പെടുക? അതോർത്ത് എലികളുടെ ഉള്ളിൽ ഇടുങ്ങി. ഇങ്ങനെ എലികൾക്ക് ജീവിക്കാനാവില്ലല്ലോ, എന്തെങ്കിലും പോംവഴി കാണണം. മുണ്ടൻ എലി ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചുകൂട്ടി. കണ്ടൻ പൂച്ച നാളെയും വരും, ആരെങ്കിലും പിടിച്ചു തിന്നും. അവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള വഴി കണ്ടെത്തണം. മുണ്ടൻ എലികളോട് പറഞ്ഞു. കണ്ടൻ പമ്മിയല്ലേ വരുന്നത്, ഒട്ടും ഒച്ചയുണ്ടാവില്ല. പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? കിണ്ടനെലി ചോദിച്ചു. അവന്റെ വരവ് മുൻകൂട്ടി അറിയണം, എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. അതിനെന്തു വഴി? തുണ്ടനെലി ചോദിച്ചു. കണ്ടന്റെ കഴുത്തിൽ ഒരു മണി കെട്ടിയാലോ? അവൻ വരുമ്പോൾ മണി കിലുങ്ങും. അത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം, മുണ്ടൻ പറഞ്ഞു. അത് കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നി. പക്ഷേ മണി എവിടെ നിന്ന് കിട്ടും? തുണ്ടന് സംശയം തീർന്നില്ല. ഞാൻ കൊണ്ടുവരാം, മുണ്ടൻ തന്നെ അത് ഏറ്റെടുത്തു. കണ്ടൻ പൂച്ചയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നോർത്ത് എല്ലാവരും ആശ്വസിച്ചു. അപ്പോൾ തുണ്ടന് പുതിയൊരു സംശയമുണ്ടായി. പൂച്ചക്കാരും മണികെട്ടും. അത് കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുപോയി. അതാണല്ലേ നമ്മുടെ കഥ. ഓക്കെ, അപ്പോ ഇതിന്റെ അർത്ഥം നമുക്ക് പരിചയപ്പെടാം അല്ലെ? പദം പരിചയപ്പെടാമെന്ന് താഴെ പഠന പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ? എല്ലാവരും ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഹന്ന? Listen here, Hannah. Okay. All of you take your textbook. Textbook എടുത്തിട്ടുണ്ടല്ലോ എല്ലാവരും? ഓക്കെ, അപ്പോ പഠന പ്രവർത്തനങ്ങൾ എന്ന ഭാഗം നമ്മൾ നോക്കുന്നത് അല്ലേ? പഠന പ്രവർത്തനങ്ങളില് എന്താണ് ആദ്യത്തത്? ആശ്വസിക്കുക അല്ലേ? ആശ്വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആശ്വസിക്കുക. എന്താ മിൻഹാജ്? അൺമ്യൂട്ട് മിൻഹാജ്. ആശ്വസിക്കുക എന്താ അർത്ഥം? ആശ്വസിക്കുക ഓക്കെ, സമാധാനിക്കുക അല്ലേ? സമാധാനിക്കുക, ആശ്വസിക്കുക, സമാധാനിക്കുക. നെക്സ്റ്റ് കിടുങ്ങുക. ഓ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
പേടിച്ചു വിറയ്ക്കുക അല്ലേ? കിടുങ്ങുക, പേടിച്ചു വിറയ്ക്കുക. അവിടെ ആരും ചെറുങ്ങനെ എഴുതി വെച്ചോ ടെക്സ്റ്റിൽ കേട്ടോ, പെൻസിലുണ്ടേ. നമുക്ക് നോട്ടിൽ പിന്നെ എഴുതാം. അപ്പൊ ഇപ്പൊ ടെക്സ്റ്റിൽ ചെറുങ്ങനെ പെൻസിലുണ്ട് നല്ല നീറ്റ് ആയിട്ട് ആശ്വസിക്കുക, സമാധാനിക്കുക, കിടുങ്ങുക, പേടിച്ചു വിറയ്ക്കുക അല്ലേ? കിടുങ്ങുക. അന്തരസ എഴുതുന്നുണ്ടോ മോളെ? ഓക്കെ. പേടിച്ചു വിറക്കുക. ഷഹബാസ്, ഷഹബാസ് ഇപ്പം വന്നാണ് തോന്നുന്നു. ഷഹബാസ്. അപ്പൊ ബാക്കി എല്ലാവരുടെ പേരും വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മിൻഹാജ് ലാസ്റ്റ് അല്ലേ വന്നത്? ഞാൻ കണ്ടു. അപ്പൊ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് പേര്. പ്രസന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഷഹ്സാദിന്റെ പേര് ഇട്ടിട്ടുണ്ട്. ഓക്കെ. മുഹമ്മദ് ഷഹ്സാദിന്റെ ഇട്ടു. ഓക്കെ. അപ്പോ ആശ്വസിക്കുക, സമാധാനിക്കുക, കിടുങ്ങുക, പേടിച്ചു വിറക്കുക. എഴുതിയോ? പേടിച്ചു വിറക്കുക. നെക്സ്റ്റ് എന്താ? കുതറുക. എന്തേ മുഹമ്മദ് ബീവി? നിന്നെ വിളിച്ചിനി, മുഹമ്മദ് ബീവിനെ ഞാൻ വിളിച്ചു, അറ്റൻഡൻസ് എടുത്തു. മുഹമ്മദ് ബീവി. ഓക്കെ. നെക്സ്റ്റ് എന്താ? കുതറുക. എന്താ കുതറുക എന്നതിന്റെ അർത്ഥം? കുതറുക എന്താണ്? എന്താ മന്ന? കുതറുക. ഓക്കെ. രക്ഷപ്പെടുക. രക്ഷപ്പെടുകയാണ് കുതറുക അല്ലേ? ഇനി നെക്സ്റ്റ് ചിതറുക. ചിതറുക എന്നതിന്റെ അർത്ഥം എന്താ? ചിതറുക എന്താ? കൂട്ടം പിരിയുക, അല്ലെങ്കിൽ എന്താ? പലയിടത്തായി പതിക്കുക അല്ലേ? ഇവിടെ എന്താണ്? കൂട്ടം പിരിയുക. എലികൾ ചിതറിയോടി എന്ന് പറയുമ്പോ ചിതറുക എന്ന് പറയുമ്പോ കൂട്ടം പിരിയുക അല്ലേ? അല്ലെങ്കിൽ പലയിടത്തായി പതിക്കുന്നതിനാണ് എന്ത് പറയുക? ചിതറുക എന്ന് പറയുക അല്ലേ? നെക്സ്റ്റ് എന്താ? ദയനീയം. ദയനീയം എന്താ അർത്ഥം വരുക? ദയ തോന്നിക്കത്തക്കത് അല്ലേ? ദയനീയം. ദയനീയം ദയ തോന്നിക്കത്തക്കത്, ദയനീയം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ? പമ്മി പമ്മി. എന്തേ ഷികേഷേ? ഷികേഷ് പ്ലീസ് അൺമ്യൂട്ട്. നോട്ട്ബുക്കിൽ നിങ്ങൾ സ്വന്തം എഴുതണ്ട, ഞാൻ നോട്ട് തരും കേട്ടോ, തെറ്റിക്കരുതേ. അതുകൊണ്ട് ടെക്സ്റ്റിൽ ഇപ്പൊ എഴുതിക്കോ. ചിതറുക, കൂട്ടം പിരിയുക. അറിയോ എഴുതാൻ? കൂട്ടം പിരിയുക, പിന്നെയോ അല്ലെങ്കിൽ പലയിടത്തായി പതിക്കുക. ദയനീയം ദയ തോന്നിക്കത്തക്കത്, ദയനീയം. പിന്നെയോ പമ്മി പമ്മി, പതുങ്ങി പതുങ്ങി അല്ലേ? പമ്മി പമ്മി പോവാ പറയാ, ഒളിച്ചും പാർത്ത് പോന്നതിനാ പറയാ പമ്മി പമ്മി, പതുങ്ങി പതുങ്ങി. എഴുതിയോ? ആ ടെക്സ്റ്റിൽ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. പമ്മി പമ്മി, പതുങ്ങി പതുങ്ങി. നെക്സ്റ്റ് പോംവഴി. പോംവഴി എന്ന അർത്ഥം? പമ്മി പമ്മി എഴുതി. പതുങ്ങി പതുങ്ങി, പമ്മി പമ്മി. പോംവഴി ഉപായം. പോംവഴി ഉപായം അല്ലേ? പോംവഴി ഉപായം എഴുതുന്നുണ്ടോ? പോംവഴി ഉപായം എഴുതാൻ അറിയോ എല്ലാവർക്കും? ഹിബ ഫാത്തിമ എഴുതുന്നുണ്ടോ ടെക്സ്റ്റില്? ഉപായം. അനിഹ മോഹൻ. അനിഹ ഇപ്പൊ വന്നെയാണെന്ന് തോന്നുന്നു. അനിഹ എഴുതിയോ മോളെ? ഓക്കെ. പമ്മി പമ്മി, പതുങ്ങി പതുങ്ങി.
പമ്മി പമ്മി പതുങ്ങി പതുങ്ങി പോം വഴി ഉപായം പിന്നെയോ ഫലം സിദ്ധി ഫലം സിദ്ധി അർത്ഥം അല്ലേ ഓക്കെ ഒന്നുകൂടെ പറയാമോ ഷിഫാനൊക്കെ കേട്ടില്ലേ മോളെ ഓക്കെ അപ്പൊ ആദ്യത്തെ അർത്ഥം എന്താ ആദ്യത്തെ ആശ്വസിക്കുക സമാധാനിക്കുക ആശ്വസിക്കുക സമാധാനിക്കുക ഷിഫാന എഴുതുന്നുണ്ടോ ആശ്വസിക്കുക സമാധാനിക്കുക എഴുതിയോ നെക്സ്റ്റ് കിടുങ്ങുക പേടിച്ചു വിറയ്ക്കുക കിടുങ്ങുക പേടിച്ചു വിറക്കുക ഇപ്പൊ ടെക്സ്റ്റിൽ എഴുതിയാൽ മതിയേ നോട്ടിൽ മിസ് തരും നോട്ട് തരും നെക്സ്റ്റ് കുതറുക രക്ഷപ്പെടുക കുതറുക രക്ഷപ്പെടുക നെക്സ്റ്റ് എന്താ ചിതറുക കൂട്ടം പിരിയുക അല്ലെ എലികൾ ചിതറിയോടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചിതറുക കൂട്ടം പിരിയുക അല്ലെങ്കിൽ എന്താ പലയിടത്തായി പതിക്കുന്നതിനും ചിതറുക എന്ന് പറയാറുണ്ട് അല്ലേ ഓക്കെ പിന്നെന്താ ദയനീയം അടുത്തത് ദയനീയം ദയ തോന്നിക്കത്തക്കത് ദയനീയം ദീനത അല്ലെങ്കിൽ ദയനീയം ദയ തോന്നിക്കത്തക്കത് നെക്സ്റ്റ് എന്താ പമ്മി 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 എന്താ പതുങ്ങി പതുങ്ങി ഒളിച്ചും പാട്ട് പോകുന്നതിനാ പറഞ്ഞല്ലേ പമ്മി പമ്മി പിന്നെന്താ പോം വഴി ഉപായം അനിക എഴുതിയ മോളെ ഉപായം ഫലം സിദ്ധി ഫലം സിദ്ധി പിന്നെന്താണ് അത് എഴുതിയോ ഷിഫാന ഹൈഫ മേഖല എന്റെ ഇടക്ക് പോയി അല്ലേ മോളെ കേട്ടോ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നോ ഓക്കെ അപ്പൊ എല്ലാവരും എഴുതണേ നാഫി എഴുതിയോ ഫർഹ ഫാത്തിമ എഴുതുന്നുണ്ടോ മോളെ സയാൻ എഴുതി കഴിഞ്ഞോ അപ്പൊ എഴുതിയില്ലെങ്കിലും നോട്ട് ഞാൻ തരും കുഴപ്പമില്ല എന്നാലും നിങ്ങളത് മനസ്സിലാക്കണം അർത്ഥം ഓക്കെ നെക്സ്റ്റ് എന്താ ഉത്തരം കണ്ടെത്താം ഉത്തരം കണ്ടെത്താം അല്ലെ അപ്പൊ ഉത്തരം എഴുതണം അപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര് കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആരാ ഹന്ന പ്ലീസ് അൺമ്യൂട്ട് ഹന്ന ഓക്കെ കണ്ടൻ പൂച്ചയുടെ അകപ്പെട്ടത് ആരാണ് ചിണ്ടനെലി അല്ലെ എങ്ങനെ എഴുതണ ആൻസർ എഴുതുമ്പം നിങ്ങൾ ഒറ്റക്ക് എഴുതണ്ട മിസ് പറഞ്ഞു തന്നെ അപ്പൊ കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര് ചിണ്ടനെലി ആയിരുന്നു കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് അല്ലേ ഓക്കെ നെക്സ്റ്റ് എലികൾ പാഞ്ഞൊളിച്ചത് എവിടെ എലികൾ പാഞ്ഞൊളിച്ചത് എവിടെയായിരുന്നു എലികൾ പാഞ്ഞ ഞാൻ ചോദിക്കുന്നവർ പറഞ്ഞാൽ മതി എലികൾ പാഞ്ഞൊളിച്ചത് എവിടെ എറിക് പ്ലീസ് അൺമ്യൂട്ട് മോനെ എവിടെയായിരുന്നു എലികൾ പാഞ്ഞൊളിച്ചത് ഇവിടെ ഒരാള് പറയുന്നുണ്ട് കൊറേ ആള് എവിടെയായിരുന്നു എറിക്ക് പറയുന്ന മിസ്സിന് കേൾക്കുന്നില്ലല്ലോ എറിക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടേ എന്നാ പറഞ്ഞോ ഇപ്പൊ കേൾക്കുന്നുണ്ട് എവിടെയായിരുന്നു എലികൾ എവിടെയാ പാഞ്ഞൊളിച്ചത് എലികൾ എവിടെയാ പാഞ്ഞൊളിച്ചത് മിൻഹാജെ ഓക്കെ എലികൾ പാഞ്ഞൊളിച്ചത് എവിടെയാ
മാളത്തിലായിരുന്നു പാഞ്ഞൊളിച്ചത് അല്ലേ? അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, എലികളുടെ ഉള്ളു കിടുങ്ങിയത് എപ്പോൾ? എപ്പോഴാണ് നാഫി? എലികളുടെ ഉള്ളു കിടുങ്ങിയത് എപ്പോൾ? എപ്പോഴാണ്? പ്ലീസ് അൺമ്യൂട്ട് മോനെ. എലികളുടെ ഉള്ളു കിടുങ്ങിയത് എപ്പോൾ? അൺമ്യൂട്ട് ചെയ്തിട്ടില്ല മോൻ. പ്ലീസ് അൺമ്യൂട്ട് മോനെ. എപ്പോഴാണ്? നാളെ ആരാണ് കണ്ടന്റെ പിടിയിൽ പെടുക? ഓക്കെ, നാളെ ആരാണ് കണ്ടന്റെ പിടിയിൽ പെടുക എന്നോർത്താണ് ആരുടെ ഉള്ളു കിടുങ്ങിയത്? എലികളുടെ. ഓക്കെ, എലികളുടെ ഉള്ളു കിടുങ്ങിയല്ലേ? പേടിച്ചു വിറച്ചു. എന്തിന്? നാളെ ആരാണ് കണ്ടന്റെ കെണിയിൽപ്പെടുക എന്നോർത്താണ് എലികളുടെ ഉള്ളു കിടുങ്ങിയത്. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, പൂച്ചയ്ക്ക് മണി കെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? മിസ് ചോദിക്കുന്നവര് പറഞ്ഞാ മതിയേ. പൂച്ചയ്ക്ക് മണി കെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? എന്തിനാ ഷഹബാസേ? ഷഹബാസ് ലിസൺ ഹിയർ. ചോദ്യം കേട്ടോ? ഷഹബാസ് എവിടെയോ ആയിരുന്നു. പറഞ്ഞേ. പൂച്ചയ്ക്ക് മണി കെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? പറഞ്ഞേ. അറിയില്ല? എന്തിനാ പൂച്ചയ്ക്ക് മണി കെട്ടാൻ തീരുമാനിച്ചത്? മിസ് ആരോടെങ്കിലും ചോദിക്കൂ ഇപ്പം. എന്തിനാണ്? എന്തിനാ അപ്ലു? പ്ലീസ് അൺമ്യൂട്ട് മോനെ. പൂച്ചയുടെ വരവ് മുൻകൂട്ടി അറിയാൻ. ഓക്കെ, ഗുഡ്. അപ്പൊ പൂച്ച വരുന്നത് അറിയുമല്ലേ? മണി കിട്ടിയാൽ എന്ത് ചെയ്യും? മണി കിലുങ്ങൂലേ വരുമ്പോ? അപ്പൊ അവന്റെ വരവ് മുൻകൂട്ടി അറിയാനാണ് എന്ത് ചെയ്തത്? കെട്ടിയാലോ എന്ന് അവർ ആലോചിച്ചത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മണി കിലുങ്ങും. അത് കേട്ടാൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ അത് കേട്ടാൽ എലികൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പൂച്ചക്ക് മണി കെട്ടിയാലോ എന്ന് ആലോചിച്ചത് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ? എലികൾ മൂക്കത്ത് വിരൽ വെച്ചു പോയത് എപ്പോൾ? എലികൾ എപ്പോഴാണ് മൂക്കത്ത് വിരൽ വെച്ച് പോയത്? മാളവിക സുരേഷ്, പ്ലീസ് അൺമ്യൂട്ട്. പൂച്ചക്കാര് മണികെട്ടു, അത് കേട്ടിട്ട്. ഓക്കെ, പൂച്ചക്കാർക്കും മണി കെട്ടാൻ ധൈര്യമില്ല അല്ലേ? പൂച്ചക്ക് മണി കെട്ടാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? എലികൾക്ക് ഏത് എലിക്കും ധൈര്യമില്ല അല്ലെ? അത് കേട്ടിട്ടാണ് അവരെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയത് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ മനസ്സിലായി അല്ലേ? അല്ലേ? ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. രണ്ടാമത്തെ പാഠം നല്ലപോലെ വായിക്കണം കേട്ടോ. വായിച്ചാല് നമുക്ക് ആൻസർ ഒക്കെ വേണമെങ്കിൽ തനിയെ എഴുതാൻ തന്നെ പറ്റും. ഓക്കെ, പിന്നെന്താണ്? അടുത്ത ക്ലാസ്, അതായത് നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞു മിസ്. അതായത് ഫസ്റ്റ് ലെസൺ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ലെസന്റെ പേരെന്താ? എന്താ ജുവലേ? നോക്കട്ടെ, അത് മറന്നു നോക്കട്ടെ എല്ലാവരും. പ്ലീസ് അൺമ്യൂട്ട്. മലയാള നാട്. ഓക്കെ, മലയാള നാട് അല്ലേ? മലയാള നാട് എന്നാണ് നമ്മുടെ ഫസ്റ്റ് ലെസന്റെ പേര് അല്ലേ? അല്ലേ ഡൊമിനിക്കേ? ഓക്കെ, അപ്പൊ അതിന്റെ എന്ത് ഒരു ചെറിയൊരു എക്സാം നാളെയല്ലേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവുക? അപ്പൊ നാളത്തെ ക്ലാസ്സിൽ ഉണ്ടാവും. എല്ലാവരും പഠിക്കണം നല്ല മക്കളായിട്ട്. ഇത് നമ്മുടെ അക്ഷരദീപം ബുക്കില്ലേ? അക്ഷരദീപം ബുക്ക്, അത് നമ്മൾ എഴുതിയതിന്റെ തൊട്ട് അപ്പുറത്തെ പേജ്. അമ്മയോടൊന്ന് ഹോംവർക്ക് എഴുതി തരാൻ പറയണം. അപ്പൊ അതൊന്ന് ഹോംവർക്ക് കുറച്ച് എഴുതിയാൽ മതി. ഒരു പേജ് മാത്രം എഴുതിയാൽ മതി, അധികം ഒന്നും എഴുതണ്ട കേട്ടോ. കുറെ കുട്ടികൾ കുറെ എഴുതിയിട്ടെല്ലാം വിടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓവർലോഡ് ആവും. അതൊക്കെ മെല്ലനെ എഴുതിയാൽ മതി. നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. അപ്പൊ എല്ലാവരും അതിൽ ഒരു പേജ് എഴുതുക. അപ്പൊ പഠിക്കാനുണ്ടാവും അല്ലേ? അത്രയല്ലേ ഉള്ളൂ അല്ലേ പഠിക്കാൻ?
എന്റെ ഭാഷാന്നിലെ പാട്ടില് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. പിന്നെന്താ ഉള്ളത്? കുറച്ച് അർത്ഥവും ഉണ്ട്. പിന്നെ ചേർത്ത് എഴുതാനുണ്ട്, പൂരിപ്പിക്കുക, ഇതൊക്കെയല്ലേ ഉള്ളൂ. അതിനെല്ലാം ഓരോ എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടാ. അപ്പോ ഇന്ന് ഈ ടെക്സ്റ്റ് ബുക്ക്, ഇന്ന് ഈ പാഠം ആരാ വായിക്കുന്നത്? എല്ലാവരും വായിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിനെ അറിയണല്ലോ. സയാൻ ഒന്ന് വായിച്ചേ മോനെ. പ്ലീസ് അൺമ്യൂട്ട് സയാൻ. ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചേ. പാഠം 2. പൂച്ചക്കാരും മണിയട്ടോ. ഓക്കെ. കണ്ടൻ പൂച്ച അന്നും ചാടി വരും. ചാടി വീണു. ചാടി വീണു. പതിവ് പോലെ എലികൾ ചിതറിയോടി. ചിന്തനരി. അവൻ സൗണ്ട് ഇല്ലേ ഡൊമിനിക്ക്? പറഞ്ഞോ. കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി. അവന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ചിണ്ടൻ ചിണ്ടൻ ദയനീയമായി കണ്ടനെ ഒരു ഫലവും കിട്ടിയില്ല. എലി എത്ര കരഞ്ഞിട്ടെന്താ? എത്ര കരഞ്ഞിട്ടെന്താ? കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിണ്ടന്റെ കഥ കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ് ഒന്ന് അനിഹ മോഹൻ ഒന്ന് വായിച്ചേ മോളെ. നെക്സ്റ്റ് അനിഹ മോഹൻ വായിച്ചേ. അവിടുന്ന് അങ്ങോട്ട് വായിച്ചേ. ഇപ്പൊ ജയാൻ വാങ്ങിയ. പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. അൺമ്യൂട്ട് അല്ല. അനിക അൺമ്യൂട്ട് ചെയ്യും മോളെ. ഓക്കെ, വായിച്ചോ. എന്തെങ്കിലും ഇങ്ങനെ എലികൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഓടിപ്പോയ എലികൾ മാളത്തിൽ ഒളിച്ചിരുന്ന പോലല്ലേ? ഓടിപ്പോയ എലികൾ. അതിന് തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫ്. ഓടിപ്പോയ എലികൾ മാളത്തിനുള്ളിൽ ഒളിച്ചിരുന്നു. ഇത് കണ്ട് അവർ പേടിച്ചു വിറച്ചു. നാളെ ആരാണോ കണ്ടന്റെ പിടിയിൽ പെടുക അതോർത്ത് എലികളുടെ ഉള്ളിൽ കിടുങ്ങി. ഇങ്ങനെ എലികൾക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും വഴി കാണണം. മുണ്ടന്റെ ആലോചിച്ചു. അവൻ എലികളെയെല്ലാം വിളിച്ചുകൂട്ടി. കണ്ടൻ പൂച്ച നാളെയും വരും. ആരെങ്കിലും പിടിച്ചു തിന്നും. അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടണം. അതിനുള്ള വഴി കണ്ടെത്തണം അല്ലേ? മുണ്ടൻ എലികളോട് പറഞ്ഞു.
നെക്സ്റ്റ് അനഘ ഒന്ന് വായിച്ചേ. അനഘ, അനഘക്കറിയോ? പ്ലീസ് അൺമ്യൂട്ട് അനഘ. അനഘ സുരേഷ്. കണ്ടൻ കണ്ടൻ പമ്മി പമ്മിയല്ലേ വരുന്നത്? സൗണ്ട് ഉണ്ടാവില്ല, ഒട്ടും ഒച്ചയുണ്ടാവില്ല. ആ, ഉച്ച കഴിഞ്ഞ പിടിച്ചു കഴിഞ്ഞാലേ നാം അറിയുകയുള്ളൂ. പിന്നെയോ? പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുക? കിണ്ടനിൽ ചോദിച്ചു. അവന്റെ രീതിയിൽ മുൻകൂട്ടി അറിയണം. എന്നാൽ രക്ഷപ്പെടാൻ പറ്റിയേക്കും. വഴി തുണ്ടനിൽ ചോദിച്ചു അല്ലേ? നെക്സ്റ്റ് ഫാത്തിമ മെഹറിൻ വായിച്ചേ. പ്ലീസ് അൺമ്യൂട്ട് ഫാത്തിമ മെഹറിൻ. മണികെട്ടും പൂച്ച അന്നം ചാടി വീണു. പതിവ് പോലെ എലികൾ ഓടി. പാവം ചിന്തനില് അവൻ കണ്ടന്റെ പിടിയിൽ പെട്ടുപോയി. ഒന്ന് കുതറി നോക്കി. അവൻ അനങ്ങുവാൻ കഴിഞ്ഞില്ല. കുണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എലിയ കരഞ്ഞിട്ടെന്താ? പൂച്ചയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വരുമോ? അതോടെ ചിന്തന്റെ കഥ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ഹിബ വായിച്ചേ. ഹിബ ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട്. ആ ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചു. നെക്സ്റ്റ് ശ്രദ്ധിക്കണം പറഞ്ഞിട്ടില്ലേ മിസ്? ഓടിപ്പോയ മാളത്തിൽ ഒളിച്ചു. ഓക്കെ, അതോർത്ത് എലികളുടെ ഉള്ളു കിടുങ്ങി അല്ലേ? ഓക്കെ, മതി. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് എന്നറിയാ? ഓക്കെ ഹിബ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മൂന്നാമത്തെ പഠന പ്രവർത്തനങ്ങളുണ്ട്. എന്താണ്? പേരെഴുതുക. ഒന്ന് നോക്കിയ ടെക്സ്റ്റില് പഠന പ്രവർത്തനങ്ങളിൽ 3. ഓക്കെ, പേരെഴുതുക. എന്താ ഇതിന്? കഥയിലെ പൂച്ചയുടെയും എലികളുടെയും പേരെഴുതുക. അറിയാലോ നിങ്ങൾക്ക്? ഒന്ന് പേരെഴുതിയേ നോക്കട്ടെ. കഥയിലെ പൂച്ചയുടെയും എലികളുടെയും പേരെഴുതുക. ആരൊക്കെയാണ്? പൂച്ചയുടെ പേരെന്താണ്? പിന്നെ എഴുതിയ മോളെ, എന്താണ് പൂച്ചയുടെ പേര്? എന്താ ഫ്ലൂ? കണ്ടൻ പൂച്ച അല്ലേ? ഓക്കെ, കണ്ടൻ പൂച്ച എഴുതിയേ. പൂച്ചയുടെ പേരെന്താണ്? ഓക്കെ, കണ്ടൻ പൂച്ച. എലികളുടെ പേരോ നിങ്ങൾക്ക് അറിയാലോ? ടെക്സ്റ്റ് നല്ല പോലെ അറിയാലോ. എന്തൊക്കെയാണ്? മുണ്ടനെലി. എന്താ അന്തരേസ? നെക്സ്റ്റ്
മുണ്ടനെലിയുണ്ട്, പിന്നെ കിണ്ടനെലിയുണ്ട്. അങ്ങോട്ട് തിക്കടി. കിണ്ടനെലിയുണ്ട്. പിന്നെ ആരാ ഉള്ളത്? തുണ്ടനെലിയുണ്ട്. പിന്നെ ആരാ ഉള്ളത്? നോക്കിയില്ലേ നിങ്ങള്? അപ്പൊ കണ്ടൻ പൂച്ച, ചിണ്ടൻ, തുണ്ടൻ, കിണ്ടൻ, മുണ്ടൻ. ഇത്രയും ആളുണ്ടല്ലേ. എലികളുടെ പേരെന്തെല്ലാണ്? ചിണ്ടൻ, തുണ്ടൻ, കിണ്ടൻ, മുണ്ടൻ. എഴുതിയോ? പൂച്ച കണ്ടൻ. അതവിടെ എഴുതണം. ഇന്ന് കണ്ടൻ പൂച്ച, ചിണ്ടനെലി, തുണ്ടനെലി, കിണ്ടനെലി, മുണ്ടനെലി. അങ്ങനെ എഴുതണം. മുണ്ടനെലി. എഴുതിയോ എല്ലാവരും? എഴുതിക്കോ. ആദ്യത്തെ കണ്ടൻ പൂച്ച എഴുതുക. പിന്നെ ചിണ്ടനെലി. നെക്സ്റ്റ് ചിണ്ടനെലി. നെക്സ്റ്റ് തുണ്ടനെലി. എഴുതിയോ? ലൈനുണ്ട് കുറേ എണ്ണം തന്നിട്ട്. ഒന്ന് കുറവാണ് ഇപ്പൊ അല്ലേ? കൂടുതലാണ് അവിടെ ഉള്ളത്. എഴുതിയോ? എല്ലാരും എഴുതിയോ അത്? ഓക്കെ. അപ്പൊ മൂന്നാമത്തത് പേരെഴുതുക എന്നാണ്. കഥയിലെ പൂച്ചയുടെയും എലികളുടെയും പേരെഴുതുക. എന്താണ്? കണ്ടൻ പൂച്ച, ചിണ്ടനെലി, തുണ്ടനെലി, കിണ്ടനെലി, മുണ്ടനെലി. അല്ലേ? അത്രയും അല്ലേ ടെസാമരിയ? അത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? തിരഞ്ഞെടുത്ത് എഴുതുകയാണ് അല്ലേ? എന്താണ്? ചിത്രങ്ങൾക്ക് ചുവടെ ഉചിതമായ സന്ദർഭങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. എലികൾ മാളത്തിൽ പാഞ്ഞൊളിച്ചു. മുണ്ടൻ എലികളുടെ യോഗം വിളിച്ചുകൂട്ടി. മുണ്ടൻ മണി കൊണ്ടുവന്നു. അപ്പൊ ആ പിക്ചറിന് യോജിച്ച് എങ്ങനെ എഴുതാം? എങ്ങനെയാ? ആദ്യത്തെ എന്താണ്? മാളത്തിൽ ഒളിക്കുന്നതാണ് അല്ലേ? അപ്പൊ മുണ്ടൻ എന്താ ചെയ്യുന്നത്? എലികൾ മാളത്തിൽ പാഞ്ഞൊളിച്ചു അല്ലേ? മാളത്തിലേക്ക് ഒളിക്കുന്ന ചിത്രമാണ് അത്. പിന്നെന്താണ്? അടുത്ത പിക്ചർ എന്താണ്? മുണ്ടൻ എലികളുടെ യോഗം വിളിച്ചു കൂട്ടി. ചിണ്ടൻ ദയനീയമായി കണ്ടനെ നോക്കി. അതാണ് രണ്ടാമത്തത് അല്ലേ? മൂന്നാമത്തതോ? മുണ്ടൻ എലികളുടെ യോഗം വിളിച്ചുകൂട്ടി അല്ലെ? കുറെ എലികളുണ്ടല്ലോ. അതുകൊണ്ട് മുണ്ടൻ എലികളുടെ യോഗം വിളിച്ചുകൂട്ടി. ഡൊമിനിക്ക് എഴുതുന്നുണ്ടോ? അവിടെ എടുത്ത് എഴുതണേ. നോക്കിയിട്ട് എഴുതിയാ മതി, തിരക്കൊന്നുമില്ല. മിസ് പറഞ്ഞാണ്. നാലാമത്തതാണ് മുണ്ടൻ മണി കൊണ്ടുവന്നു. മണി